ഇതുമാതിരി ഒരു ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തരട്ടെ. എപ്പോഴും കടയിൽ നിന്നല്ലേ വാങ്ങുക, ഇനി ഒന്ന് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി വെക്കാം. പഴയ കാർഡ്ബോർഡ് പെട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പൊക്കിക്കോ. ഇനി വരച്ചു വെച്ച ഏതെങ്കിലുമൊക്കെ പെയിന്റിംഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ പിൻട്രസ്റ്റിന് ഏതെങ്കിലും ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോ പ്രിന്റ് എടുത്താലും തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വരച്ച ഈ ഒരു പെയിന്റിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് പെട്ടി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരേ അളവിൽ. ഇനി ആ പേപ്പറിന്റെ മേലുള്ള കട്ടി കുറഞ്ഞ പേപ്പർ വലിച്ചു കീറിയെടുത്ത ഇതുപോലൊരു ഡിസൈൻ ആയി. ഒന്നും നോക്കണ്ട, കറുത്ത കളർ പെയിന്റ് ഉണ്ടെങ്കിൽ എടുത്ത് വീശി അടിച്ചു. ഇനി നമ്മളെ പെയിന്റിംഗ് ഒരു കാർഡ്ബോർഡ് മേൽ ഒട്ടിച്ചിട്ട് 4 സൈഡിലും നമ്മൾ ഈ ഒരു ഐറ്റം ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പറയുന്നത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ പെയിന്റിങ്ങിന്റെ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നടുവിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്തിരി മോടി പിടിപ്പിക്കാനായിട്ട് സൈഡിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ട് ഒരു മൂലക്കിൽ ആരും ശ്രദ്ധിക്കാതെ കടന്നിട്ടുള്ള പിസ്താശല്ല. പ്ലാസ്റ്റിക് പേപ്പർ എടുക്കുക, ഗം എടുക്കുക, പൂവിന്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഉണങ്ങിയതിനു ശേഷം കട്ട് ചെയ്യുക, പെയിന്റ് അടിക്കുക. ഒരു ഗ്ലിറ്ററി എഫക്റ്റിന് ഞാനൊരു ഗോൾഡൻ ഗ്ലിറ്റർ പെയിന്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. നടുവിൽ ഇച്ചിരി ഗം ഇട്ടിട്ട് ഗ്ലിറ്റർ പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ ഫ്ലവർ ഇവിടെ അതങ്ങനെ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുത്താൽ ഹരേ വാ. സംഭവം സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്, ഡംബിൾ ആണ്. മസ്റ്റ് ട്രൈ, ഡു സബ്സ്ക്രൈബ്.